Vidya, it was a very nice performance. Thank you, Jess. Especially because എല്ലാരും മനസ്സിലാക്കണം പാടിക്കൊണ്ട് വലിയതൊക്കെ ചെയ്യാണ്. അപ്പൊ അതിന്റെ ആ സെയിം ഇന്റൻസിറ്റിയിൽ ചെയ്യാൻ പറ്റില്ല. എസ്പെഷ്യലി സുരേഷേട്ടൻ നടക്കുന്നതൊക്കെ ആ രീതിയിൽ നടന്ന പാട്ട് പുള്ളിയായി പോയെന്ന്. No, but totally loved it. First of all, വെറുതെ ഒരു ഭാര്യയിലെ ആ ഒരു വിഷ്വലൈസേഷൻ പ്രേക്ഷകർക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പൊ ആ സെയിം പാട്ട് സെലക്ട് ചെയ്തു. പിന്നെ രേവതി മമ്മൂക്കൊക്കെ ആയിട്ട് വളരെ രസമായിരുന്നു കേട്ടോ. രേവതിക്ക് വേണ്ടി ലൗഡ് റൗണ്ട് ഓഫ് അപ്ലോസ്. So Mamuka, Lalaten, Suresh Gopi, Balachandra Menon, Prem Nasir. പിന്നെ സ്വന്തമായിട്ട് കൈന്നിട്ടാണോ ജഗതിയും ജഗദീഷൊക്കെ. വെരി നൈസ്. ടോട്ടലി ലവ്ഡ്. ലാലു അലക്സ്, ഓൾ ലവ്ലി. ഇനി എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ് പാട്ട് ചോദിക്കാം. I'll start with you, Bala. What did you think? Very nice performance. Thank you. പാട്ട് സമ്മതിച്ചാൽ you did excellent. എനിക്ക് ഇഷ്ടപ്പെട്ടു. Thank you. And of course, ഇതുപോലെ പെർഫോമൻസ് റൗണ്ടിൽ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ക്യാമറ ഫേവർ ചെയ്യണം. യു ഡിഡ് നോട്ട് ഫേവർ ദാറ്റ് മച്ച് അല്ലേ? അത് മാത്രം ഒരു ചെറിയ മൈനസ് ആയിരുന്നു. ആൻഡ് അതർ ദാൻ ദാറ്റ് of course ഇതുപോലെ ഇമിറ്റേഷൻ പെർഫോമൻസ് റൗണ്ടിൽ യു ഹാവ് ടു കോൺസെൻട്രേറ്റ് ഇൻ ദ സോങ്. എക്സാക്ട് റെപ്പിറ്റേഷൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഈ മ്യൂസിക് പോർഷൻസ് വരുമ്പോൾ ഇഫ് യു യൂസ് ദി ഫുൾ സ്പേസ് പെർഫോമൻസ് ഇനിയും കൂടെ ഹൈലൈറ്റ് ആയിരിക്കും. ആൻഡ് സത്യം പറയണെങ്കിൽ ഇമിറ്റേഷൻ എന്നെക്കാട്ടിലും പെണ്ണ്. വാട്ട് ഇസ് ഹർ നെയിം? രേവതി ഹാവ് ഡൺ എ വെരി ഗുഡ് ജോബ്. ഇങ്ങനല്ലേ? നൈസ് പെർഫോമൻസ്. ഐ എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു വെരി മച്ച് ബാല. ചേച്ചി ചേച്ചി വിദ്യ ചേച്ചി എനിക്കിഷ്ടമായി കേട്ടോ. എല്ലാം നന്നായിരുന്നു. താങ്ക് യു ചേച്ചി. ഇടയ്ക്ക് ഡയലോഗ് പറഞ്ഞതും പിന്നെ ജഗതി ചേട്ടന്റെ ഒരു ഓട്ടം ഓടിയതും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പാട്ടിനകത്ത് വാചാലം രേവതി പ്രത്യേകം പറയണം. നന്നായിരുന്നു കേട്ടോ രേവതി. വാചാലമായി എന്നുള്ള സ്ഥലമല്ലേ? അവിടെ ചെറിയൊരു കുഴപ്പമുണ്ട്. വിദ്യ പാടുന്നതൊന്ന് പാടാമോ? വാചാലമായൊരു മോഹം അങ്ങനെ തത്തമ്മേ അതൊരു ആ ഗ്ലൈഡ് അങ്ങനെ തന്നെ വരണം. അങ്ങനെയാണ് അത് പാടിയിരിക്കുന്നത്. പിന്നെ കഴിഞ്ഞാണോ എന്നൊരു ലൈൻ ഉണ്ടോ പല്ലവി തന്നെ? പിന്നെ തത്തമ്മേ സാധനം വരുന്നുണ്ട്. അതൊക്കെ ഒന്നൊരു ക്ലാരിറ്റി വരണം കേട്ടോ വിദ്യ. പിന്നെ പുതപ്പെന്ന പോലെ അവിടെ എന്തൊരു സംഗതി പാടുന്നുണ്ട്. അതും ക്ലാരിറ്റി ഇല്ലായിരുന്നു. വഴിമാറാതെ മേലെ അതെത്തിയില്ല. പടിചാരാതെ രണ്ടോ മേലത്തിനോട്ട് എത്തിയിട്ടില്ല. ഇത്രയൊക്കെ ഞാൻ ബാക്കിയൊക്കെ നന്നായിരുന്നു. എനിക്ക് ഇഷ്ടമായി പാടി. താങ്ക് യു ചേച്ചി. താങ്ക് യു ചേച്ചി. ശരച്ച നന്നായിരുന്നു വിദ്യ. താങ്ക് യു സാർ. ടോട്ടൽ ഈ സംഭവങ്ങളൊക്കെ കൊള്ളായിരുന്നു. പിന്നെ പാടിയത് ഇപ്പൊ ചേച്ചി പറഞ്ഞു. പിന്നെ അത് കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യണം വിദ്യ. അവിടെ ഇവിടെ ഇങ്ങനെ ശ്രുതിയുടെ കാര്യം പിന്നെ കറക്റ്റായിട്ടുള്ള സംഗതി പാടാൻ ശ്രമിക്കണം വിദ്യ. അത് വരുമ്പോഴേ അതിന്റെ ഒരു സുഖം കിട്ടത്തുള്ളൂ കേട്ടോ. അല്ലെ അത് വിദ്യ ഇപ്പം ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? തുടങ്ങി സർ. തുടങ്ങി. അപ്പൊ അത് നന്നാണ്. നമ്മൾ പഠിച്ചു വരുമ്പോഴത്തേക്ക് മനസ്സിലാവും ഇന്ന രാഗത്തിൽ ഇതാണ് അതിന്റെ ഭാവം, ഇത് ഇങ്ങനെ വേണം പാടേണ്ടതെന്ന്. അപ്പൊ അത് അറിയുമ്പോഴത്തേക്ക് ഈസിയായിട്ട് പാടാൻ പറ്റും കേട്ടോ. വിദ്യ മൊത്തത്തിൽ നന്നായിരുന്നു. രേവതി നന്നായിരുന്നു. താങ്ക് യു ശരത് സർ. ശ്രീയേട്ട നല്ലൊരു പാട്ട് തിരക്കില്ല പാടി. താങ്ക് യു സർ. രേവതിയും അടിപൊളിയായിട്ട് നല്ല മോഹൻലാലിനെ മമ്മൂട്ടിയൊക്കെ കാണിച്ചു. വെരി ഗുഡ്. ശരിക്കും ഇത് നമ്മുടെ സീനിൽ കാണുമ്പോഴേ ജയറാം പാടുന്നില്ല. കാരണം ഇതിന്റെ മ്യൂസിക് ഡയറക്ടറാണെന്ന് തോന്നുന്നു ഇത് പാടിയിരിക്കുന്നത്. ശ്യാം പാടുന്ന ആദ്യം സത്യം പറഞ്ഞാൽ ഞാൻ ജയറാമിനെ വിളിച്ചു ചോദിച്ചത് ടി-വിയിൽ കണ്ടപ്പോൾ. കാരണം അണ്ണാച്ചിയാണോ പാടിയെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞില്ല, ഞാൻ ഇതിനെക്കാട്ടി വൃത്തിയായിട്ട് പാടും, പക്ഷെ ഇതിനകത്ത് പാടണ്ട എന്ന് വെച്ചെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പാർവതി അസലായിട്ട് പാടും. എന്റെ കൂടെ ഒരുപാട് പാടിയിട്ടുണ്ട്. അപ്പൊ അവർ രണ്ടുപേരും വലിയ പാട്ടുകാരാണ്. അപ്പൊ പെട്ടെന്ന് ഞാൻ ഈ പടം കണ്ടപ്പോഴത്തേക്ക് അവരാണോ എന്നുള്ള ഒരു സംശയം എനിക്ക് തോന്നി. എന്തായാലും പാട്ടിലോട്ട് വരുമ്പോഴത്തേക്ക് ഇവർ പറഞ്ഞു കഴിഞ്ഞു, തത്തമ്മേ പുതുപ്പിച്ചിപ്പൂവിൻ ആ നോട്ട് ഒട്ടും ചേർന്നിട്ടില്ല. പല സ്ഥലങ്ങളിലും ചേരാ വന്നിട്ടുണ്ട്. പിന്നെ വന്നു ചേരാം, രാവേറെയായി, മെയ്യിൽ ചന്തം, അങ്ങനെ കുറെ സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഒരുപക്ഷെ ഇത് ഈ കുറെ പെർഫോമൻസ് ചെയ്ത് ഇങ്ങനെ പാടിയതുകൊണ്ടായിരിക്കാം വന്ന് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആക്കാമായിരുന്നു. കാരണം വിദ്യ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കും. വിദ്യ ഒരു വാട്ടി സൊന്ന
100 തവണ ചൊല്ലും അല്ല അങ്ങനെയല്ലേ ആണോ? അങ്ങനെന്തോ ഏ ഓക്കെ സർ. അല്ല, പറയൂ. വിദ്യ ഒരു വാട്ടി சொன்னா 100 തടവ சொன்னா மாதிரி. ഓ അങ്ങനൊക്കെ ആയില്ലേ? അയ്യോ അങ്ങനെ ആയിട്ടില്ല, അതാ ഡയലോഗ് കംപ്ലീറ്റ് ചെയ്തത് അത്രയും. അങ്ങനൊക്കെ ആകാനുള്ളൊരു ഒരു തോന്നലൊക്കെ വന്നു തുടങ്ങിയല്ലേ? ഞാൻ ആരോ ആണെന്നുള്ളൊരു ഭാവമൊക്കെ വന്നു തുടങ്ങി. അതൊന്നും ഇല്ല സർ. ഇല്ലേ? എനിക്ക് തോന്നിയത്. അയ്യോ ഇന്ന് രാഹുലിന് പകരം ഞാനാണോ സർ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച് ജഡ്ജസ്. വിദ്യയുടെ മാർക്സിലേക്ക് കിടക്കാം. 4th സെറ്റ് ഓഫ് മാർക്സ് അല്ലേ? ബല ഔട്ട് ഓഫ് 10. 8 on 10. ശ്രീയേട്ട 23. 23. ശരത് സർ 23. താങ്ക് യു സർ. ചിത്ര ചേച്ചി 23. 23. Total marks 77. So not bad at all ഈ particular സ്റ്റേജിലെ വിദ്യയുടെ പെർഫോമൻസ്. ഇന്നത്തെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി SMS അയക്കുക. അയക്കേണ്ട ഫോമാറ്റ് ISS സ്പേസ് വിദ്യ VIDHYA. താങ്ക് യു.